ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഞങ്ങൾ സപ്പോർട്ടും ചെയ്യുക ഗൈസ്. അപ്പം നമ്മൾ നോലമ്പൊക്കെ വരുന്നത്, അപ്പം നോലമ്പിന് എല്ലാവരും വീട്ടിലും അത്താഴത്തിന് ഒരു സ്പെഷ്യൽ കാണും. ആ സ്പെഷ്യൽ ചീരക്കറിയാണ്. അപ്പം നമ്മൾ ഇന്ന് എങ്ങനെ ചീരക്കറി ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഇത്താത്തയാണ് ചീരക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ നോക്കിയാലോ? അപ്പോൾ നമുക്ക് ചീരക്കറി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വെല്ലുള്ളി ചെറുതാക്കി അരിഞ്ഞിക്കാണ്. പിന്നെ മുളകും വേണം. പിന്നെ ആവശ്യമായത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഗൈസ്, വായോ. അപ്പം നമ്മുടെ ചട്ടി ചൂടാൻ വേണ്ടിങ്ങാണ്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ഉണ്ടാക്കാന്ന് വെച്ചാൽ, അപ്പം നമ്മുടെ ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഉള്ളി നല്ല ഒന്ന് വാടിയെടുക്കണം. അത് വാടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കത് നന്നായിട്ടൊന്ന് വാടുവോളം നല്ലോണം ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾ ഉള്ളി വാടി വരുമ്പോഴേക്കിന് നമ്മൾ ചീരപ്പഴ നന്നാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ഉള്ളി ഒന്ന് വാടി വന്നിട്ട് അതിലേക്ക് കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി കഞ്ഞിവെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ചീര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചീര അതിലേക്ക്. അപ്പോൾ നമ്മുടെ കഞ്ഞിൻ്റെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചീര ഇട്ട് കൊടുക്കാം. അപ്പോൾ ചീര ആദ്യം ഉമ്മച്ചി നല്ല വൃത്തിയാക്കി കഴുകി അരിഞ്ഞ് വെച്ചതാണ്. അപ്പം നമ്മുടെ ചീരക്കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക, നമ്മുടെ സപ്പോർട്ടും ചെയ്യണേ ഗൈസ്. അപ്പം നമ്മൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബൈ.